ഹായ്. കീം 2026 ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് എക്സാമിൻ്റെ സ്കോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ www.ce.kerala.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ റിസൾട്ട് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രൻസ് എക്സാമിൻ്റെ നോർമലൈസ്ഡ് സ്കോർ അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഫൈനൽ ആൻസർ കീയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓരോ എക്സാമിൻ്റെയും ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഫാർമസി ആണെങ്കിലും ഓരോ ദിവസം നടന്ന എക്സാംസിലും ചില ക്വസ്റ്റ്യൻസ് ഡിലീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു കറക്ഷൻ ഫാക്ടറും വന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ നോർമലൈസ്ഡ് സ്കോർ വരുന്നത്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ആണ് ക്വസ്റ്റ്യൻസ് ഡിലീഷൻ, അതിൻ്റെ കറക്ഷൻ ഫാക്ടർ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 17th എക്സാം ആണെങ്കിൽ കെമിസ്ട്രി 1, അതേപോലെ 19th എക്സാമിൽ കെമിസ്ട്രി 2 എണ്ണം, അതേപോലെ നമുക്ക് 20th എക്സാം ആണെങ്കിൽ ഫിസിക്സ് 1, കെമിസ്ട്രി 3, മാത്സ് 3, 21st ഫിസിക്സ് 2, കെമിസ്ട്രി 3, മാത്സ് 3, 22nd ഫിസിക്സ് 2, മാത്സ് 5. ഫാർമസിയുടെ ആണെങ്കിൽ 18th നടന്ന പരീക്ഷയ്ക്ക് ഫിസിക്സ് 1, അതേപോലെ തന്നെ 19th നടന്ന എക്സാമിനാണെങ്കിൽ ഫിസിക്സ് 1, കെമിസ്ട്രി 1. ഇങ്ങനെയാണ് നമ്പർ ഓഫ് ഡിലീഷൻസ്. അതിനനുസരിച്ചിട്ട് ആ ഒരു കറക്ഷൻ ഫാക്ടറും കൂടെ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു നോർമലൈസ്ഡ് സ്കോർ അറിയാനായിട്ട് സാധിക്കും. ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു സ്കോർ നമുക്കിപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സ്കോറും അതേപോലെ തന്നെ നിങ്ങളുടെ +2 മാർക്ക് അല്ലെങ്കിൽ ഫൈനൽ ഇയർ ക്വാളിഫയിങ് എക്സാമിൻ്റെ മാർക്കിനും ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടായിരിക്കും നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ +2 എക്സാം കഴിഞ്ഞ് നമ്മൾ ആ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് അതിനെയും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക. സോ റാങ്ക് ലിസ്റ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, അത് റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്